ഓമനപ്പുഴ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. ജോസ്മോൻ മകളുടെ കഴുത്ത് ഞെരിച്ചത് വീട്ടുകാർക്ക് മുന്നിൽ വച്ച് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജാസ്മിൻ അബോധാവസ്ഥയിലായ ശേഷം വീട്ടുകാരോട് മാറാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് കഴുത്തിൽ തോർത്ത കുരുക്കി മരണം ഉറപ്പാക്കി. ജാസ്മിൻ പതിവായി വീട്ടിലേക്ക് വൈകി വരുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുധീഷ്, എന്തിന് ഈ കൊലപാതകം നടത്തി, എങ്ങനെ നടത്തി, ഒപ്പം തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന ചോദ്യങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വീട്ടുകാരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്നൊക്കെയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്ന വിവരങ്ങൾ. എന്തൊക്കെയുണ്ട് ചേർത്ത് വയ്ക്കാൻ? വീണ, ഇതിൽ കൊലപാതകം നടത്തിയത് മിനിഞ്ഞാന്ന് രാത്രി 11 മണിയോടെയാണ്. ഈ ജാസ്മിൻ നിരന്തരം താമസിച്ച് ജോലിക്ക് പോയൊരു സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. അവിടെ നിന്നും ജോലി കഴിഞ്ഞാൽ മടങ്ങിയെത്തുന്നത് ഏറെ വൈകിയാണെന്ന പരാതിയെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് വഴിവെച്ചത്. അമ്മയുടെ കൺമുമ്പിൽ വെച്ച് അമ്മയും ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ അച്ഛനും ആണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ അമ്മയുടെ കൂടി കൺമുമ്പിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. ഇത് അമ്മയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. അതിനുശേഷം അവരോട് മാറി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം വീണ്ടും തോർത്ത് കഴുത്തിൽ മുറുക്കി മരണം ഉറപ്പിക്കുകയായിരുന്നു എന്നതാണ് ജോസിന്റെ മൊഴി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മയും പ്രതി ചേർക്കും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇതുവരെ അമ്മയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, എന്നാൽ ഇന്ന് അമ്മയും കസ്റ്റഡിയിൽ എടുക്കും എന്നതാണ് വിവരം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഈ കഴുത്തിലെ 2 ഞരമ്പുകൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു. ശ്വാസകോശ കുഴലിനും പൊട്ടലേറ്റിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള തർക്കം രാത്രി ഉണ്ടാവുകയും അതേ തുടർന്ന് വളരെ മോശമായ രീതിയിൽ മകളുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റമുണ്ടായി. ഇതേ തുടർന്നുള്ള പ്രകോപനത്തിലാണ് കൊലപാതകം നടത്തിയത് എന്നതാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം കട്ടിൽ കിടത്തിയിരുന്നു. എന്നിട്ട് രാവിലെ ഈ സമീപവാസികളെയും മറ്റും വിളിച്ച് മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും സ്വാഭാവിക മരണമെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയുമാണ് ഉണ്ടായതെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ജോസിന്റെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. തൊട്ടു പിന്നാലെ തന്നെ അമ്മയുടെ അറസ്റ്റും രേഖപ്പെടുത്തും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വീണ. ഓക്കെ, ശരി സുധീഷ്.